ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മുട്ടയപ്പവും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. സെയിം ഗ്ലാസ്സിൽ തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് എടുക്കണമെന്ന് വെച്ചാൽ പച്ചരി ഞാൻ ഗ്ലാസ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ചോറ് അത്ര എടുത്തിട്ടില്ല. ഗ്ലാസ്സിൽ കുറച്ചതിന് ശേഷമാണ് ചോറ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി അരച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ മൊത്തമായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. മുട്ടാപ്പത്തിൻ്റെ മാവ് അരക്കുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഇത് അരക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളം ഈ സെയിം പച്ചരി എടുത്ത സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 3/4 ഗ്ലാസോളം വെള്ളം എനിക്കിതിൽ ആവശ്യം വന്നിട്ടുള്ളൂ. ബാക്കി 1/4 ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. മുട്ടയപ്പം ചുട്ടെടുക്കാൻ എപ്പോഴും നല്ലത് ഇതുപോലുള്ളൊരു ചീനച്ചട്ടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ ചൂടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓയിൽ ചൂടാക്കാൻ, അതുപോലെ ഒട്ടും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒട്ടും ചൂടില്ലാതെ ആവാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മുട്ടയപ്പം ചുടുമ്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിമിൻ്റെ കാര്യമാണ്. അതുപോലെ നമ്മുടെ ഓയിലിൻ്റെ ചൂടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് അധികമായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയപ്പം ശരിയാവാതെ വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വേണം ഇത് പൊങ്ങി വരാനുള്ള. അതുകൊണ്ട് നമ്മൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഓയിൽ ചൂടാക്കിയത്. അതുപോലെ തന്നെ എൻ്റെ മുട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിതിൽ കൊടുത്തിട്ടുള്ള അളവ് കറക്റ്റ് അളവാണ്. സെയിം അളവിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി മുട്ടയപ്പം ഉറപ്പായും കിട്ടും. അങ്ങനെ ഞാൻ മൊത്തം മുട്ടയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് 2 പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് 2 പച്ചമുളക് എടുക്കാം. ഞാൻ 1 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ കറിവേപ്പില, പിന്നെ മല്ലിയിലയും ഒരു 2 പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ സവാള കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ക്യൂബായിട്ടാണ്. ഞാൻ ചെറിയ ഇതായിട്ട് കട്ടാക്കിയിട്ടില്ല. ഞാനിതുപോലെ വലിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. അഥവാ ടൈം ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ബീഫ് കറി ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഒരു
കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് യോജിപ്പിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ ബീഫിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ആവശ്യത്തിന് കുറച്ച് ആ ബീഫ് ഇട്ട പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമുക്ക് സവാള വഴറ്റാതെയും നല്ല ഈസിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ്. സവാള വഴറ്റിയിട്ടും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും മുട്ടയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.